സാധാരണ മുഖ്യമന്ത്രിക്ക് സംസാരത്തിൻ്റെ ഒരു ഘട്ടം എത്തുമ്പം കുറച്ച് ചൂട് വെള്ളം കുടിക്കണം. അപ്പോൾ അതിനെ ചർച്ച ചെയ്യാണ്. അയ്യപ്പൻ്റെ കളിയാണ്, അയ്യപ്പൻ പണി തുടങ്ങിയതാണ്, ഞാൻ കരുതി അയാൾ അവിടെ പെടഞ്ഞു വീഴും. കുറേ എക്സ്ട്രീമിലേക്കാണ് സംസാരിക്കുന്നത്. അപ്പം ശരിക്കും അവർ അയ്യപ്പനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു തേർഡ് റേറ്റ് ഗുണ്ട. ഒരു 10 പൈസയുടെ ഭൗതിക ശാസ്ത്രപരമായ വിദ്യാഭ്യാസവും ഇല്ലാത്ത മത അധ്യാപകന്മാരുണ്ട്. അവരെപ്പോഴും സയൻസിനെതിരാണത്. ഗീത നല്ല വകതിരിവുള്ള ഒരാളെ സൃഷ്ടിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. പക്ഷേ ഇതിൻ്റെ എന്താ പറയുക, പൂജിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അത് അവർ വായിക്കാറില്ല. അത് ഗാന്ധിജി ഗീതയിൽ ജീവിക്കുകയായിരുന്നു. ഗോഡ്സെ ഗീതയെ പൂജിച്ച ആളാണ്. വാഹനം കത്തിക്കും എന്നുള്ളത് പരസ്യമായിട്ട് ഇവർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം തിരുമലയിൽ ഒരു ആൾ ആത്മഹത്യ ചെയ്തുവല്ലോ, അവരൊക്കെ ഈ ഇതിൽ പെട്ടിട്ടുള്ളവരാ. നമുക്ക് മാനാപമാനങ്ങൾക്ക് അതീതമായിരിക്കണം നമ്മളെന്നും ഒക്കെ പഠിപ്പിക്കുന്ന ആളല്ലേ നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് മാനനഷ്ടം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഈ കുറുന്തോട്ടിക്ക് വാദം എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു മറുത പറയുന്നത് നമ്മൾ എന്തിനാ അതിന് മറുപടി പറയുന്നത്? ഫാമിലിയുടെ ആംഗിളിൽ ഈ വിശ്വാസം ഏതുവരെ ആവാം, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഒരു ഫ്രെയിം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഏതുവരെയാണ് വിശ്വാസത്തെ നമ്മൾ കൊണ്ടുപോവേണ്ടത്, അല്ലെങ്കിൽ വിശ്വാസത്തിന് നമ്മൾ കൊടുക്കേണ്ട ഒരു മുഖം എന്താണ് സ്വാമിയുടെ അഭിപ്രായത്തിൽ? ഈ വിശ്വാസത്തിന് ഒരു മറുപുറമുണ്ട് ശരിക്കും പറഞ്ഞാൽ. അത് എന്താന്ന് പറഞ്ഞാൽ സംശയമാണ്. നാണയത്തിൻ്റെ 2 വശങ്ങളെ പോലെയാണ്. നമുക്കൊരു കാര്യത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ഉറപ്പാണ് നമുക്ക് ആ കാര്യത്തിൽ സംശയവും ഉണ്ട്. അപ്പോൾ സംശയവും വിശ്വാസവും ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. എന്തിനെ കുറിച്ചാണെങ്കിലും അത് നമ്മൾ നന്നായി അപഗ്രഥനം ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഈ പറഞ്ഞ ഈ ഇതിൽ പോയിട്ട് നമ്മൾ പെടുന്നത്. നീ എൻ്റെ വാക്ക് വിശ്വസിക്കൂ വാ എന്ന് പറഞ്ഞാലും എന്നാലും അത് വിശ്വസിക്കാം, പക്ഷേ എന്നാലും അതെ അവിടെ ഒരു സംശയമുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിൽ സംശയമുണ്ട് എന്നുള്ളത് അതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം വിശ്വാസം അല്ല വേണ്ടത്. ഇപ്പം നമ്മൾ പറയുമ്പം ഈശ്വര വിശ്വാസം അല്ല വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈശ്വര വിശ്വാസം ഒരാൾക്ക് ഉണ്ടെങ്കിൽ അതേ ഈശ്വരനിൽ ആൾക്ക് സംശയവും ഉണ്ടാവും. ഇപ്പം അമ്പലത്തിൽ പോയിട്ട് നീ പ്രാർത്ഥിക്കുക, നീ ഈശ്വരനെ വിശ്വസിക്കുക, എന്നാൽ നിൻ്റെ പ്രശ്നം തീരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പോകുമ്പോഴും അറിയാക്ക് നടക്കില്ല. ഇപ്പോൾ ഒരു ഡോക്ടർ പറയാണ് ഞങ്ങളുടെ ഇതെല്ലാം കഴിഞ്ഞു, ഇനി ദൈവത്തിനെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഒരാളോട് അയാൾ പുറത്ത് വന്ന് കുടുംബക്കാരോട് പറഞ്ഞു കഴിഞ്ഞു, അയാളുടെ കഥ കഴിഞ്ഞു. ഇവരൊക്കെ വിശ്വാസികളാണ്. ഒരിക്കലും ഒരു വിശ്വാസി ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇനി ഒന്നുമില്ല, ഇനി ദൈവത്തിനെ എന്തെങ്കിലും ചെയ്യാനുള്ളൂ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഈശ്വര വിശ്വാസിക്ക് എന്താണ്, പ്രതീക്ഷ നൽകുന്നതാണോ ആ വാക്ക്? അല്ല, എല്ലാ പ്രതീക്ഷയും അടയുന്ന. ശരിയായ വിശ്വാസിയാണ് എങ്കിൽ അയാൾക്ക് പ്രതീക്ഷ നൽകുന്നതാണല്ലോ. അപ്പം നിങ്ങളുടെ പരിപാടി എല്ലാം കഴിഞ്ഞു, ഇനി ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഈശ്വരനാണ് ഇനി ഇടപെടാൻ പോകുന്നത്. അതല്ല അദ്ദേഹത്തിന് ഉണ്ടാവുക. അദ്ദേഹത്തിൽ അപ്പം ഈ വിശ്വാസവും സംശയവും ഇത് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോൾ പകരം എന്താണ് വേണ്ടത് എന്നാണ് ചോദ്യം. അപ്പോൾ വിശ്വാസത്തിന് പകരം എന്താണ്? വിശ്വാസത്തിന് പകരം വേണ്ടത് നമ്മൾ അന്വേഷണമാണ്. ഒരു ഈശ്വര അന്വേഷിയാവുക, ഒരു സത്യാന്വേഷിയാവുക. അന്വേഷിയിൽ നിരന്തരം അന്വേഷിയിലുണ്ടാവുന്നത് ഈ അന്വേഷണത്തിനെല്ലാം ശ്രദ്ധ ആവശ്യമാണ്. അപ്പോൾ ഏതൊരാൾക്കും വേണ്ടത് എന്താ? ശ്രദ്ധയാണ്. നമ്മളൊരു വഴുക്കുള്ള സ്ഥലത്തും ആളോട് നമ്മൾ പറയുക എന്താ? വിശ്വസിച്ച് നടന്നോളൂ എന്നാണോ? ശ്രദ്ധിക്കണേ എന്നല്ലേ? അപ്പം ശ്രദ്ധ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആവും. ഗീതയിൽ പറയും ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നാണ്. ശ്രദ്ധയുള്ളവനാണ് ഇതുണ്ടാവുന്നത്. ഈശ്വരനിൽ വിശ്വാസമല്ല, മറിച്ച് ഈശ്വരനിൽ ശ്രദ്ധയാണ് വേണ്ടത്. അത് അന്വേഷണമാണ് വേണ്ടത്. അപ്പം നമ്മൾ അന്വേഷിക്കും ആരാണ് ഈശ്വരൻ. അപ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധാവാനായിട്ടുള്ള ഒരുവൻ അന്വേഷിക്കുമ്പം ഈശ്വരനല്ലാത്തതായിട്ടുള്ള യാതൊന്നും അവന് ഇവിടെ കണ്ടെത്താൻ എന്തെന്ന് പറഞ്ഞാൽ ഈശ്വരനേ ഉള്ളൂ. എല്ലാം ഈശ്വരൻ്റെ പല രൂപങ്ങളാണ്.
സൗഹൃദങ്ങളും അവൻ ഉപയോഗിക്കുന്ന സാധനങ്ങളും എല്ലാം അതാണ്. അല്ലാത്തവനെ സംബന്ധിച്ച് ശിവകാശി കലണ്ടറിൽ ഉണ്ടാക്കിയ എന്തോ എവിടെയോ നമ്മുടെ പ്രാർത്ഥനയൊക്കെ കേട്ട് നമ്മൾ ഈ അടുത്ത ദിവസം ഒരാളൊരു ഇത് അയച്ചു തന്നു, ഒരു വീഡിയോ. ഒരു ചാനലിലിരുന്ന് ഒരാൾ പറയുകയാണ്, ഈ അയ്യപ്പ സംഗമം നടക്കുന്നുണ്ടല്ലോ, ആഗോള അയ്യപ്പ സംഗമം, അതിൽ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ സാധാരണ മുഖ്യമന്ത്രിക്ക് സംസാരത്തിൻ്റെ ഒരു ഘട്ടം എത്തുമ്പം കുറച്ച് ചൂട് വെള്ളം കുടിക്കണം. നമുക്കും ഉണ്ടാക്കണം. നമ്മൾ ഈ പ്രഭാഷണം നടത്തുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രഭാഷണം നടത്തുന്നവർക്ക് ത്രോട്ടിലേക്ക് ചെറുതായിട്ടൊരിത് വരുമ്പോൾ അതിനെ ഒന്ന് ശരിയാക്കാൻ, അല്ലെങ്കിൽ അത് സ്റ്റക്കാവും. അപ്പോൾ എന്നൊക്കെ ശബ്ദം ഉണ്ടാവും. അപ്പം അങ്ങനെ മുഖ്യമന്ത്രിയുടെ പരിപാടികളിൽ പൊതുവായിട്ടുണ്ടാവുന്നതാണത്. അതിനാണ് ഗ്ലാസ്സുമായിട്ട് ഒരാളുണ്ടാവും, വെള്ളവും ഗ്ലാസ്സുമായിട്ട്. അപ്പോൾ അതിനെ ചർച്ച ചെയ്യാണ്, അയ്യപ്പൻ്റെ കളിയാണ്, അയ്യപ്പൻ പണി തുടങ്ങിയതാണ്, ഞാൻ കരുതി അയാൾ അവിടെ പെടഞ്ഞു വീഴും. കുറേ എക്സ്ട്രീമിലേക്കാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ആളുകൾ അയ്യപ്പ വിശ്വാസികളാണെന്നാണ് പറയുന്നത്. അപ്പം ശരിക്കും അവർ അയ്യപ്പനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു തേർഡ് റേറ്റ് ഗുണ്ട, ഒരു കൊട്ടേഷൻ കൊടുക്കുന്ന ഒരാൾ, വൃത്തികെട്ട ഒരുത്തൻ അല്ലേ? അല്ലാതെ സർവർക്കും അഭയമരുളുന്ന ഒരാളല്ലല്ലോ, മറ്റൊരാളിന് പണി കൊടുക്കാൻ. അതെ, വെറും കൊട്ടേഷൻ. അപ്പോൾ ഈ വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ട്, ഈ പറഞ്ഞവർ ശരിയായ വിശ്വാസികളല്ല. അപ്പോൾ അതാണ് ഈ പ്രശ്നം. പലർക്കും ഇങ്ങനെയുള്ള ഒരു ആളാണ് ഈശ്വരൻ എന്നുള്ളതാണ്. അപ്പോൾ അത് മാറണമെങ്കിൽ ശ്രദ്ധയുണ്ടാവണം. അപ്പം ശ്രദ്ധയുള്ള ഒരുവൻ ഒരിക്കലും ഇങ്ങനെ പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ മരണം, ഇത് എത്ര അയ്യപ്പനെ ക്ഷേത്രങ്ങളിലൊക്കെ പൂജ ചെയ്യുന്നവർ മരിക്കുന്നില്ലേ? അവർക്ക് മാറാവ്യാധികൾ വരുന്നില്ലേ? എത്ര കഷ്ടം, ആക്സിഡൻ്റ് ഉണ്ടാവുന്നു, എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ജീവിതത്തിലെ പല ദുരിതങ്ങളും പലർക്കും വന്നു ചേരുന്നുണ്ട്. അതൊന്നും ദൈവം കൊടുക്കുന്നതല്ലല്ലോ. അപ്പം ഈ വിശ്വാസം ഇങ്ങനെ പെട്ടിട്ടുള്ളതാണ്, ഈ സംശയത്തിൽ പെട്ടിട്ടുള്ള, ഇത് വിശ്വസിക്കാൻ കുറച്ച് ആളുകളും ഉണ്ട്. അത് ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും സംസാരിച്ചു പോകുന്ന മതം, അല്ലെങ്കിൽ അതൊരു ഈ ദൈവത്തെ അറിയുക എന്നുള്ളതൊന്നും അല്ലാതെ മതം തലയ്ക്ക് പിടിച്ചു പോകുന്ന ഒരു തരം അതല്ലേ അതെന്താണ് അതിൻ്റെ ഒരു, അതെവിടെയാണ് ആ ഒരു പ്രോബ്ലം കിടക്കുന്നത്? ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ, അതായത് വിശ്വാസിയെന്ന് നമ്മൾ സ്വയം അവർ അവകാശപ്പെടുകയും അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ പോവുകയും ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ക്രൂരമായ വാക്കുകൾ ഉപയോഗിക്കുന്നു, വേറൊരാളിന്റെ മരണം പോലും കാണാൻ, അല്ലെങ്കിൽ അയാളെന്ന് അയ്യപ്പനാണ് ശിക്ഷ കൊടുത്തതെന്ന് അങ്ങനെ വിശ്വസിച്ച് സംസാരിക്കണം. അങ്ങനെ സംസാരിക്കണമെങ്കിൽ ആ മനോനിലയുടെ പേരെന്താണ്, അല്ലെങ്കിൽ എന്താണ്? അതെ, ഈ വിവരക്കേടാണ് ഇതിന്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യം. അവിവേകം തന്നെയാണ്, അറിവില്ലായ്മയാണ്, അജ്ഞാനമാണ് ഇതിനൊക്കെ കാരണമായിട്ടുള്ളത്. നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നതൊക്കെയാണ് പഠിപ്പിക്കുന്നത്, ഇങ്ങനെ ഉണ്ടായി, പിന്നെ ജീവൻ്റെ ഉൽപ്പത്തി ഇങ്ങനെയാണ്. വീട്ടിൽ വരുമ്പം കൃഷ്ണനോ അല്ലെങ്കിൽ ക്രിസ്തുവോ പടച്ചവനോ ഒക്കെയാണ് ഇതിൻ്റെ ആള് എന്ന് വീട്ടിൽ സന്ധ്യാനാമത്തിലോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോഴോ ഒക്കെ അവിടുത്തെ ഈ പുസ്തകത്തിൽ പറയുന്നത് വേറൊന്ന്. ഈ കുട്ടി ഏത് വിശ്വസിച്ചാണ് വളരേണ്ടത്? എങ്ങനെ ഈ കുട്ടി വളരും? ഇതെങ്ങനെയൊക്കെ ഇതിനെങ്ങനെയാണ് സ്വാമിജി ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു? ഉണ്ട്, തീർച്ചയായിട്ടും. അതായത് ഇതിനിപ്പോൾ നമുക്കൊരു പരിഹാരം എങ്ങനെ ഇന്ത്യയിൽ ഉണ്ടാക്കാം? ഇന്ത്യ മാത്രമല്ല, ഏഷ്യൻ പല രാജ്യങ്ങളും ഇതിൽ നിന്നൊക്കെ തികച്ചും സ്വതന്ത്രവുമാണ്. എങ്ങനെ അതിനെ നമ്മൾ അതിജീവിക്കുന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഇതിൻ്റെ ഒരു പ്രശ്നപരിഹാരമായിട്ട് നമുക്ക് നിർദ്ദേശിക്കാവുന്നത് നമ്മുടെ കലാലയങ്ങളിൽ തന്നെ മതങ്ങളെക്കുറിച്ച് നന്നായിട്ട് ഒരു സബ്ജക്റ്റായിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. ഒരു 10 പൈസയുടെ ഭൗതിക ശാസ്ത്രപരമായ വിദ്യാഭ്യാസവും ഇല്ലാത്ത നിരക്ഷരരായിട്ടുള്ള മത അധ്യാപകന്മാരുണ്ട്. അവരെപ്പോഴും സയൻസിനെതിരാണത്. അതെല്ലാ മതങ്ങളിലും ഉണ്ട്, എല്ലാ മതങ്ങളിലും. അവരാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. അവർ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, അതിന് വലിയ പാരമ്പര്യമുണ്ട്. നമ്മളിപ്പോൾ ഗലീലിയോൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മുതൽ ഇങ്ങോട്ടേക്ക് ഉണ്ട്. മതവും സയൻസും എന്നും സംഘർഷത്തിലായിരുന്നു. അതിനൊരു വലിയ ചരിത്രമുണ്ട്. അത് ഈ മോഡേൺ ടൈംസിലൊക്കെ ചാർലി ചാപ്ലിനൊക്കെ അതിനെ നിശിതമായി വിമർശിക്കുന്നു മറ്റൊരു രൂപത്തിൽ. അപ്പോൾ ഇത് എന്താ പറയുക, ലോകം ഉണ്ടായ മുതലുള്ള
ഇതാന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അതേസമയം നമുക്ക് സ്കൂളിൽ ഇത് പഠിപ്പിക്കുന്ന സമയത്ത് മതം ശരിക്കും എങ്ങനെയാണ് മതം ഉണ്ടായത്, അല്ലെങ്കിൽ മതത്തിൻ്റെ സമൂഹത്തിലെ പ്രസക്തി എന്താണ്, ഇതൊക്കെ കൃത്യമായിട്ട് സ്കൂളിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതെങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ സമൂഹ ജീവി എന്ന നിലയിൽ നമ്മൾ ജീവിക്കുമ്പം നമ്മൾ അനുവർത്തിക്കേണ്ടുന്ന മര്യാദകളെയൊക്കെ ആയിരുന്നു മതം നമ്മളെ പഠിപ്പിച്ചത്. ഒരു സാമൂഹിക ജീവി എന്ന രീതിയിൽ അപരന്മാരെ സ്നേഹിക്കാനും പങ്കുവെക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങളെ ഒരു കഥാരൂപത്തിലും അല്ലാതെ ചിലരുടെ ജീവിതത്തെ തന്നെ എടുത്തുകൊണ്ടുമൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണിത്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ പ്രസക്തി എന്താന്ന് പറഞ്ഞാൽ, മതങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് മൂല്യങ്ങളാണ്. ഈ മൂല്യങ്ങളെ നിങ്ങൾ ഉൾക്കൊണ്ടാൽ മതി. ഇപ്പോൾ ക്രിസ്തു മതം വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ബൈബിളിലെ മൂല്യങ്ങളെ മുഴുവൻ ഇങ്ങോട്ട് എടുക്കുന്നു, വിശുദ്ധ ഖുർആനിലെ മൂല്യങ്ങൾ എടുക്കുന്നു, അതുപോലെ ഹിന്ദുയിസത്തിലെ ഭഗവത്ഗീത പോലുള്ളതിലെ മൂല്യങ്ങൾ എടുക്കുന്നു. ഈ മൂല്യങ്ങളെ കുട്ടികളൊക്കെ പഠിപ്പിക്കുക. ഈ മൂല്യങ്ങൾ തന്നെയായിരിക്കാം കമ്മ്യൂണിസത്തിലും മറ്റുള്ളതിലും എല്ലാറ്റിലും നമുക്ക് കാണാൻ സാധിക്കുക. അവിടെ ഒരു തർക്കത്തിൻ്റെ ആവശ്യമില്ല. അതാണ് ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ഗീത പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിക്കുന്നത്. അത് ഈ വിവരക്കേടുകൊണ്ട് ചോദിക്കുന്നതാണ്. മൂല്യങ്ങളെക്കുറിച്ചേ ഗീത പറഞ്ഞിട്ടുള്ളൂ. അത് ഇപ്പൊ പിണറായി വിജയൻ ഗീതയുടെ ഒരു വാക്ക് ഉദ്ധരിച്ചപ്പോ പറഞ്ഞു, എന്നാ പിന്നെ പുള്ളി ഇതെല്ലാം വിട്ടിട്ട് ഇതിലേക്ക് പോയി. അദ്ദേഹം ശ്ലോകം ചൊല്ലാതെ ഗീതയിലെ മൂല്യങ്ങളെ അതുപോലെ പറയുന്ന ആളാണ്. അപ്പൊ കോവിഡ് കാലത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട്, നമ്മളെ വളരെ ടച്ചിങ് ആയിട്ട്, നമ്മളെ മാത്രമല്ല പലരും അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒട്ടും പരിചയമില്ലാത്തൊരുന്നാണ് ഇത് നമ്മൾ വന്നു ചേർന്നിട്ടുള്ളത്. നമ്മുടെ മാർക്കറ്റുകളും എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. മാർക്കറ്റുകളെ മാത്രം ഉപജീവിച്ചിരുന്ന കുറേ ജീവജാലങ്ങളുണ്ട്, പ്രത്യേകിച്ച് നായ്ക്കൾ. നിങ്ങൾ അതിനും എന്തെങ്കിലുമൊക്കെ ഒരു ഭക്ഷണം കരുതണം എന്ന് പറയുന്നത് സർവഭൂത ഹിതേരഥാഹ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി. ഈ ക്വാളിറ്റി ഭക്തന് വേണം, ജ്ഞാനിക്ക് വേണം എന്നൊക്കെ ഗീത പറയുന്നതാണ്. അപ്പം അദ്ദേഹം പറയുന്നത് എന്താണ്? ഗീതയിലൊരു മൂല്യമാണ് പറയുന്നത്. അപ്പം മൂല്യങ്ങൾ ആര് സംസാരിക്കുന്നുണ്ടെങ്കിലും അത് നമുക്ക് ഈ പറഞ്ഞ വേദപുസ്തകങ്ങളിലെല്ലാം കാണാം, ബൈബിളിൽ കാണാം, വിശുദ്ധ ഖുർആനിൽ കാണാം, ഗീതയിൽ കാണാം. ഈ ഗീത വായിക്കുമ്പോൾ, ഗീത അറിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്, അത് അറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് പലപ്പോഴും പലരും പറഞ്ഞു പോയിട്ടുള്ളത് തന്നെയാണ്, അത് അറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ യാഥാർത്ഥ്യബോധം ഉണ്ടാവും. അതാണോ? അതല്ല പൂർണ്ണമായ ഒരു വിശ്വാസിയായിട്ട്, അല്ലെങ്കിൽ ഒരിക്കലും ഗീത അന്ധവിശ്വാസിയെ സൃഷ്ടിക്കില്ല. ഗീത നല്ല വകതിരിവുള്ള ഒരാളെ സൃഷ്ടിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. നമ്മുടെ ഈ കുറഞ്ഞ കാലത്തെ ജീവിതത്തിൽ പലരുമായിട്ടും നമുക്ക് അടുത്ത് സംസാരിക്കാനും ഈ വിഷയം തന്നെ സംസാരിക്കുന്നതിൽ ഈ പി ഗോവിന്ദപിള്ള ഉണ്ടല്ലോ, PG എന്ന് പറയുന്ന പി ഗോവിന്ദപിള്ളയുടെ അടുത്തുള്ള അത്രയും ഭഗവത്ഗീത വ്യാഖ്യാനം നമ്മുടെ ഇന്ത്യയിൽ ആരുടെ അടുത്തെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. അതുപോലെ ഇവരുടെ ഈ പറഞ്ഞ ഇടത് മനസ്സുള്ള ആളുകളൊക്കെ പലപ്പോഴും നമ്മൾ ട്രെയിനിലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന സമയത്ത് നമ്മളോട് ഒരിക്കലും ഒരു രാഷ്ട്രീയ കാര്യമോ മറ്റു കാര്യങ്ങളോ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. പലപ്പോഴും ഈ പന്ന്യൻ രവീന്ദ്രനെയൊക്കെ പലപ്പോഴും നമ്മൾ ട്രെയിൻ യാത്രയിലും, അതുപോലെ MA ബേബി, ഇവരൊക്കെ പന്നിയൊക്കെ രാമായണത്തിൻ്റെ സകല വശങ്ങളും, പല വശങ്ങളും, അതിപ്പോൾ അധ്യാത്മരാമായണവും വാത്മീകി രാമായണവും അതിൻ്റെ കമ്പര് പറഞ്ഞതും എല്ലാം അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. അപ്പം ഇവർക്ക് നല്ല എന്തുകൊണ്ടാണ് നയനാര് പോപ്പിന് ഇത് കൊടുത്തത്? അദ്ദേഹത്തിന് ഇത് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് എന്നുള്ള, ഇതിനൊക്കെ അതീതമായ ഒന്നാണ് എന്നുള്ള റെപ്രസെൻറ്റേഷൻ ഉള്ളത് കൊണ്ടാണല്ലോ അത് കൊടുത്തത്. അപ്പോൾ ഇവരുടെ ആളുകൾക്ക് ഇത് നന്നായിട്ട് അറിയാം, നമ്മുടെ നിരീക്ഷണത്തിലും നമ്മുടെ അനുഭവത്തിലും. പക്ഷേ ഇതിൻ്റെ എന്താ പറയുക, പൂജിക്കുന്ന ഒരു വിഭാഗമുണ്ട്, അത് അവർ വായിക്കാറില്ല, അത് സത്യത്തിൽ അവർ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് പഠിച്ചാൽ നേരെയാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കൂടുതൽ അന്ധവിശ്വാസികളെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ഭഗവത്ഗീത ഇല്ലാതെയാക്കും, മതഭ്രാന്ത് ഇല്ലാതാക്കാൻ ഈ ഗീത എല്ലാ കുട്ടികളും വായിക്കണം, അത് തന്നെയാണ് വേണ്ടത്. ചോദ്യം അതാണ്, അതിനെ അനുവദിക്കാതിരിക്കുകയും കൂടി ചിലപ്പോൾ ഉണ്ടാവും. ഇത് വായിച്ചാൽ ചിലപ്പോൾ ബോധം വന്ന് പോയാലോ എന്ന് കരുതിയിട്ട്. ഗോഡ്സെയും ഗീത വായിച്ചിട്ടുണ്ട്, ഗാന്ധിജിയും ഗീത വായിച്ചിട്ടുണ്ട്. ഗാന്ധിജി ഗീതയിൽ ജീവിക്കുകയായിരുന്നു, ഗോഡ്സെ ഗീതയെ പൂജിച്ച ആളാണ്. അപ്പോഴും ഗാന്ധിജിയെ ഈ പറയുന്ന പോലെ ഏറ്റവും ഗാന്ധിജി ഒരു അനാവശ്യക്കാരനായത് അതെ അതുകൊണ്ടാണ്. ഒരു കക്ഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്ത്രീയാണ്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത്,
ഗാന്ധിജിയെ ബ്രിട്ടീഷുകാർ ഇവിടെ കെട്ടി ഇറക്കിയതാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്തതാണെന്നാണ് പറഞ്ഞത് ഇവിടെ. ഒരു അല്ല, ഗാന്ധിയെ കുറിച്ച് പല വിവരക്കേടും. അതെ അതെ അതെ. അപ്പൊ അത് അവർക്ക് ഇപ്പോഴും ഗാന്ധി നെഹ്റു എന്നൊക്കെ പറയുന്നത് പലർക്കും ഒരു സംഘർഷം ഉണ്ടാക്കുന്ന ഒന്നാണ്. സ്വാമി അതുപോലെ അമ്പലം മാത്രമല്ല കേട്ടോ, ഞാൻ പറയുന്ന ആരാധനാലയങ്ങൾ എവിടെ ആയാലും, അത് പള്ളിയാണെങ്കിലും മോസ്കാണെങ്കിലും അമ്പലമാണെങ്കിലും, നമ്മളിപ്പോൾ എന്തിനാണ് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നല്ല, നമുക്ക് ഏകാഗ്രതയോടുകൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരിടം, നമുക്ക് മനസ്സിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്കൊരു റിലേറ്റ് ചെയ്യുക അതുമായിട്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ അങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പാട്ടുകളും അപശബ്ദങ്ങളും വെടിക്കെട്ടുകളും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഏത് ആരാധനാലയമാണോ അവരുടെ രീതിക്കനുസരിച്ചുള്ള ബഹളങ്ങൾ ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യന്, ഒരു പ്രാർത്ഥിക്കാൻ വരുന്ന ഒരാളിന് എത്ര കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും? ആ ഒരു പ്രാർത്ഥനയിലേക്ക് ഒന്ന് മുഴുകി നിന്നിട്ട് ഒരു വളരെ റിലാക്സ് ചെയ്ത് നിൽക്കാൻ പറ്റും. കാരണം ഈ ശബ്ദം എത്രത്തോളം അതിൽ നിന്നും മാറ്റിക്കൊണ്ട് പോകും ഒരു വ്യക്തിയെ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ആരാധനാലയങ്ങളൊക്കെ ഒരു വാണിജ്യവൽക്കരിക്കപ്പെട്ട ഒരു ഇടങ്ങളായിട്ട് മാറിയിട്ടില്ല എന്നൊരു തോന്നലുണ്ട്. കാരണം നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്, നമ്മളെ ഏറ്റവും മികച്ച ഗായകരൊക്കെ ആയിരിക്കും, പക്ഷെ ആ ഗായകരുടെ പാട്ട് കേൾപ്പിക്കേണ്ട ഒരു ഇടമുണ്ട്. അത് നമ്മൾ വണ്ടിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു ആഘോഷങ്ങൾക്കൊക്കെ അത് ഓക്കെയാണ്. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലത്ത് ഈ ശബ്ദങ്ങൾ കേൾപ്പിച്ചിട്ട് നമ്മുടെ സ്വാഭാവികമായിട്ടും ആ പാട്ടിൻ്റെ വരികളോ അല്ലെങ്കിൽ ആ മ്യൂസിക്കോ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ആയിരിക്കും നമ്മുടെ ചെവിയിലേക്ക് കയറുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു ഏകാഗ്രത നഷ്ടപ്പെടുന്ന ഒരു പ്രവണതയല്ലേ ഇപ്പോഴും ആരാധനാലയങ്ങളിലെല്ലാം. ഇത് എവിടെയാണ് ഈ കുഴപ്പം പറ്റിയത്? ഇതിൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് സ്വാമിജി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ട്. ഇതിപ്പോൾ നമ്മളിത് അനുഭവിക്കുന്ന ഒരാളാണ്, നമ്മുടെ ആശ്രമത്തിനോട് ചേർന്നിട്ട് സദാ വെടി പൊട്ടുന്നതാണ്. ശരിക്കും സംസ്കാരവും ഈ ഇപ്പോൾ നമ്മുടെ ഇത് പറയുകയാണെങ്കിൽ ഹിന്ദു സംസ്കാരവുമായിട്ട് ഈ വെടിക്കെട്ടിന് യാതൊരു ബന്ധവുമില്ല, എവിടെയും നമ്മൾ കാണില്ല. പിന്നെ ഇത് ഈ കേരളത്തിൽ മാത്രം നിൽക്കുന്ന ഒന്നാണ്. കേരളത്തിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ ഈ വെടിപൊട്ടിക്കലൊന്നും എവിടെയും നടക്കുന്നില്ല. കോടതി ഇടയ്ക്ക് നിരോധിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ വ്യക്തമായ ഒരു തീർപ്പില്ലാതെയാണ് കോടതി ഓരോന്ന് പറയുന്നത്. കൃത്യമായിട്ട് വെടിക്കെട്ട് നിരോധിച്ചതാണ് കോടതി, പക്ഷേ അതിൻ്റെ ഒരു വ്യക്തത ഇല്ലാത്തതുകൊണ്ട് ആർക്കും അതിൽ നടപടിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് വെടി ഇങ്ങനെ പൊട്ടുന്നുണ്ട്. ശബ്ദമലിനീകരണം, അങ്ങ് ചോദിച്ചതിൽ ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നതിൽ ആരാധനാലയങ്ങൾ ഇങ്ങനെ എന്താ പറയുക, അത് ഞാൻ മുന്നിൽ നീ പിറകിൽ എന്നുള്ള മട്ടിൽ അവരിങ്ങനെ മത്സരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ, ചോദിച്ചതുപോലെ, അത് നമ്മുടെ ശാന്തിയെ, സമാധാനത്തെ കെടുക്കുന്ന ഒന്നല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊരാൾക്ക് മനസമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയിട്ടാണോ ഒരു ഇടത്തേക്ക് നമ്മൾ പോകുന്നത്, ആരാധനാലയങ്ങളൊക്കെ അങ്ങനെയാണ്, അവിടെയാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് അങ്ങേയറ്റം ഒരു വൈരുദ്ധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് തോന്നുന്നത് വേറെ എവിടെയെങ്കിലും നമ്മൾ പോവുക. ഇതിപ്പോൾ വേറെയും ഒരു കോമഡി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ വൈകുന്നേരം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ കടൽ തീരങ്ങളൊക്കെ വളരെ നല്ലതാണല്ലോ. നമ്മളിപ്പോൾ ശംഖുമുഖത്ത് പോയാൽ നിങ്ങൾക്ക് അങ്ങനെ അവിടെ ഇരിക്കാൻ പറ്റില്ല. അവിടെ കുറേ ഗാനമേള ടീം ഇറങ്ങിയിട്ടുണ്ട്, കാശ് പിരിക്കാൻ. എന്താ ആ സൂര്യാസ്തമയത്തേക്ക് ആലോസരപ്പെടുത്തി നശിപ്പിച്ച് നമ്മൾ നാരായണക്കല്ല് എടുപ്പിക്കുക എന്ന് പറയുന്ന, നമുക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാന്നറിയോ, അയാളുടെ ഉപജീവനാണ്, പാവം, അയാൾ കണ്ണ് കാണാത്ത ആളാണ്, ഇങ്ങനെയാണ് അങ്ങനെയാണ്. അപ്പം നമുക്കറിയില്ല നമുക്ക് എവിടെയാണ് അനുകമ്പ വേണ്ടത്, ദയ, അനുകമ്പ, ഇത്തരം സാധനങ്ങളൊക്കെ സ്ഥാനം തെറ്റിയിട്ടാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. അതിൻ്റെയൊക്കെ കുഴപ്പമാണത്. അതുപോലെ റോഡ് സൈഡിൽ എന്തെങ്കിലും ആരാധനാലയങ്ങൾ ഉണ്ടാക്കുക, അതിനെതിരെ ശക്തമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത ഭയം ഉണ്ടാവുക. സംസാരിച്ചു കഴിഞ്ഞാൽ ഈശ്വരനെതിരായിട്ടല്ലേ നിങ്ങൾ സംസാരിക്കണത് എന്ന് മറ്റുള്ളവൻ ചോദിക്കുന്ന വിവരക്കേട്. അപ്പോൾ ഇത് ഈ പറഞ്ഞ ഈ ആരാധനാലയങ്ങളിൽ ചിലയിടത്തൊക്കെ കേസ് കൊടുത്ത് ആളുകൾ അതിനെ നിർത്തിച്ചിട്ടുണ്ട്, ചിലയിടത്ത് കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കോടതി ഇടപെട്ടത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശബ്ദമലിനീകരണവും അതിനെതിരെ നിയമങ്ങളൊക്കെ ഈ നാട്ടിലുണ്ട്, പക്ഷെ അത് നടക്കുന്നു. ആരാധനാലയങ്ങൾക്ക് മതവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഈ പറഞ്ഞ ഭരണഘടനയോ മറ്റു നിയമാവലികളോ ഒന്നും അവർക്ക് പാലിക്കേണ്ടതില്ല എന്നുള്ളൊരു പൊതുധാരണയുണ്ട്. സ്വാമിജി, ഒരു അസാമാന്യമായ ക്ഷമയും പിന്നെ ഈ പറയുന്ന ശാന്തതയും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയണം. കാരണം സ്വാമിജിയെ വളരെ ശക്തമായിട്ട് വിമർശിക്കുന്നത് ഓക്കെ, വിമർശനമല്ല, അനാവശ്യം പറയുക എന്ന സാധനമുണ്ട്. സ്വാമിജി ഇത് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണല്ലോ, നമ്മൾ ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇതാണ്.
നിങ്ങളിതൊക്കെ കേൾക്കുമ്പം നമ്മൾ ഇതിനോടൊക്കെ എങ്ങനെ ഇരിക്കണം, ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഭാര്യയിൽ നിന്നുണ്ടാവും, ഭർത്താവിൽ നിന്നുണ്ടാവും, ചുറ്റുപാടിൽ നിന്നുണ്ടാവും. അപ്പം അതിനൊക്കെ വിമർശനങ്ങൾ, ആരോഗ്യപരമായ വിമർശനങ്ങൾ നമുക്ക് സ്വീകരിക്കാം. എങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ വേദനിച്ചിട്ടുണ്ടാവില്ല, വിഷമം അങ്ങനത്തെ ഒരു തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കൽ പോലും ഒരു അനാവശ്യമായിട്ടുള്ള ഒരു പോസ്റ്റോ അല്ലെങ്കിൽ അത്തരം ഒരു സംഭവവും പരിഹസിച്ച് സംസാരിക്കുക. ഒരിക്കൽ തന്നെ ആശ്രമത്തിന്റെ ഇഷ്യൂ വന്നു, ഞാൻ പണ്ട് ചോദിച്ചിട്ടുള്ളതാണത്. എന്നാലും അത്തരം വിഷയങ്ങൾ വന്നപ്പം വളരെ നമ്മൾ ഈ ഒരു മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ സ്വാമിജി പറയുന്ന ഈ ആത്മീയ പ്രഭാഷണം നടത്തുന്ന അല്ലെങ്കിൽ അതിനെയൊക്കെ വിശ്വസിക്കുന്നത് വെറുതെ നേരത്തെ പറഞ്ഞ പോലെ പറയുന്ന ആ വിഭാഗത്തിൽ നിൽക്കുന്നവരാണ് സ്വാമിജിയെ കുറിച്ച് ഒരു ഗീതയൊക്കെ പറഞ്ഞ് ഈ ഗീതയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളിനെയാണ് അറ്റ്ലീസ്റ്റ് അതെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഇല്ലാതെ. അപ്പൊ അതൊന്നും ഒരിക്കലും വിഷമിച്ചിട്ടൊന്നുമില്ല. അല്ല, അതില് നമുക്ക് കൂടുതൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും നമ്മളെക്കുറിച്ച്. അതാണ് അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. സ്വാമിജിയുടെ ഈ അഭിപ്രായ പ്രകടനങ്ങൾ, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയപരമായ നിലപാട് പോലും അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു സ്വാമിജി സന്ദീപ് ചൈതന്യ എന്ന് പറയുന്ന ഒരു സ്വാമിജി തന്നെയാണ്. അപ്പോൾ ഒരുപക്ഷെ അതിന് മുമ്പുണ്ടായിരുന്ന ഒരു ആരാധകരുണ്ട്, ഒരു കൂടുതൽ മോദി പ്രധാനമന്ത്രി ആവുന്നതിന് മുമ്പ് നമ്മൾ ശരിക്കും അങ്ങനെയാണ് കാണേണ്ടത്. മോദി പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പുള്ള ഒരു ഇന്ത്യ, ഒരു കേരളം, മോദി പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള ഒരു ഇന്ത്യ, ഒരു കേരളം. അപ്പോൾ ഈ വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ അവരെ വിമർശിക്കുന്നവരെ അത് ആ വിദ്വേഷവും അവരെ ഈ ഭൂമിയിലെ വേണ്ട എന്നുള്ള ഒരു നിലപാടുള്ളവരാണ്. അപ്പോൾ അവരെ എങ്ങനെയെങ്കിലുമൊക്കെ ആക്രമിക്കുക എന്നുള്ള അത് ഏത് വഴി അവർ സ്വീകരിക്കും. അപ്പോൾ നമ്മളതിന് എല്ലാ ഇതും എന്താ പറയുക, അതിനിരയായിട്ടുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അതൊന്നും നമ്മൾ പേഴ്സണലായിട്ട് എടുത്തിട്ടുള്ളതല്ല, ഒരു തരത്തിലും അതുകൊണ്ട് ദുഃഖിച്ച് ഇരുന്നിട്ടുമില്ല. ഇപ്പം കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വെല്ലുവിളിച്ചിട്ട് കുറേ തോന്നിവാസം പറഞ്ഞ ഒരു ചാനലുണ്ട് ഇവിടെ, എന്താ പറയുക, ഇത് മെയിൻ ചാനലുകളല്ല, ഒരു വിദ്വാൻ. അപ്പോൾ നമ്മളോട് ചിലർ ചോദിച്ചിട്ടുണ്ട്, എന്താ കേസ് കൊടുക്കാത്തത്, മാനനഷ്ടത്തിന് കേസ് കൊടുക്കാത്ത എന്തിനാ? അപ്പോൾ അതിലൊരു പ്രശ്നമുണ്ട്. നമ്മൾ മാനനഷ്ടത്തിന് കേസ് കൊടുത്താൽ നമ്മളോട് ചിലർ ചോദിക്കും, നമ്മൾ പഠിപ്പിച്ച കുറേ ആൾക്കാരുണ്ട് ഇവിടെ, അവർ ചോദിക്കും, ഈ ഗീതയിൽ തുല്യനിന്ദ സ്തുതിർ മൗനി എന്നൊക്കെ പറഞ്ഞിട്ട് നിന്ദയാകട്ടെ സ്തുതിയാകട്ടെ അതിനെ ഒരുപോലെ കാണണമെന്നും നമുക്ക് മാനാപമാനങ്ങൾക്ക് അതീതമായിരിക്കണം നമ്മളെന്നും ഒക്കെ പഠിപ്പിക്കുന്ന ആളല്ലേ നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് മാനനഷ്ടം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഈ കുറുന്തോട്ടിക്ക് വാദം എന്ന് പറഞ്ഞ പോലെ മാനനഷ്ടത്തിന് നിങ്ങൾ കേസ് കൊടുത്താൽ പിന്നെ ഇതെന്തിനാ പടി? അതുകൊണ്ട് പേടിച്ചിട്ടുമല്ല, അത് നമ്മളെ ഏശുന്നില്ല. കാരണം പിന്നെ എന്താന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ നമ്മളെ പ്രചോദിപ്പിച്ച ശാസ്ത്രത്തിന് തന്നെ എതിരാണത്. അപ്പോൾ അതുകൊണ്ട് അത് നിസ്സഹായനായിട്ട് സഹിക്കുകയല്ല, മറിച്ച് അത് നമ്മളെ ഏശുന്നില്ലേ. വാസ്തവത്തിൽ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പരാതിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ആ പരാതി കൃത്യമായി ബോധിപ്പിക്കേണ്ട ഇടങ്ങളുണ്ടല്ലോ. പോലീസുണ്ട്, കോടതിയുണ്ട്, അവിടെയൊക്കെ പോയിട്ട് ബോധിപ്പിക്കുക. അല്ലാതെ ഏതെങ്കിലും ഒരു ചാനലുകാരൻ എന്തെങ്കിലും ഈ പറഞ്ഞ അയാൾക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മറുത പറയുന്നത് നമ്മൾ എന്തിനാ അതിന് മറുപടി പറയുന്നത്? ഇതിന്റെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന എക്സാമ്പിൾ പിന്നെ എൻ്റെ നേരത്തെ സ്വാമിജി എന്നെ പറഞ്ഞതാണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളത് നമ്മളതിനെ അങ്ങനെ തന്നെ കാണുള്ളൂ. പക്ഷെ എന്നാൽ പോലും ഞാൻ ചോദിക്കുന്നത്, പെട്ടെന്നൊരു അറ്റാക്ക് മീൻസ് വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ആശ്രമത്തെ അറ്റാക്ക് ചെയ്തൊരു നിമിഷം, അപ്പോൾ പെട്ടെന്നത് കേൾക്കുമ്പോൾ ഞാൻ ആ മനസ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. പെട്ടെന്നത് കേൾക്കുമ്പോൾ ഒന്ന് ഞെട്ടിപ്പോവുകയും വിഷമിച്ചു പോവുകയും പതറിപ്പോവുകയൊക്കെ ചെയ്യും. എന്ത് ചെയ്യണം ഇതിന് നമ്മൾ എന്നുള്ളൊരു വല്ലാത്ത സാധാരണക്കാരനെ ദേഷ്യം വന്നിട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊരു വല്ലാത്തൊരു ധർമ്മസങ്കടം ഉണ്ടാവും, അല്ലെങ്കിൽ മനസ്സ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അത്തരം സന്ദർഭങ്ങളിലൊക്കെ സ്വാമിജി ഓൾറെഡി നമ്മുടെ മനസ്സിനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള അങ്ങനെ അതിൻ്റെ ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അറിയുമ്പം തന്നെ ശാന്തമായി തന്നെ അതിനെ ഓട്ടോമാറ്റിക്കലി അത് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നൊരു മനസ്സാന്നിധ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അതല്ല ഈ സംഭവം കണ്ട ഉടനെ ഒന്ന് പതറുകയും അല്ലെങ്കിൽ വിഷമിക്കുകയും ഞെട്ടിപ്പോവുകയൊക്കെ ചെയ്തിട്ട് പിന്നെ എൻ്റെ മനസ്സിങ്ങനെ പാടില്ല എന്ന്
വീണ്ടും ചിന്തിച്ചിട്ടൊന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണോ ആ രീതി? അല്ല, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് പ്രകടമാകും. അതാണ് പ്രകടമാവുന്നത്. കാരണം ഈ പഠിച്ച ധർമ്മശാസ്ത്രത്തിൻ്റെ സ്വാധീനം തീർച്ചയായിട്ടും ഉണ്ടാവും. അതാണ് നമ്മളെപ്പോഴും മുന്നോട്ട് കൊണ്ടുപോവുക. അതിനോട് ഏത് വിഷയവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു, മറ്റൊരാളുടെ കാര്യത്തിൽ സംസാരിക്കുമ്പോഴും നമ്മളെപ്പോഴും അതിനൊരു പ്രതിവിധി, പരിഹാരം, എന്തെങ്കിലും നിർദ്ദേശമൊക്കെ ചോദിക്കുമ്പോൾ ഈ വിധത്തിലാണ് പറയാറ്. ഈ കാര്യത്തിലും ഇത് തന്നെയാണ്. പിന്നെ ഈ ഒരു കായികമായിട്ടുള്ള ഒരു അറ്റാക്ക് അത് നമുക്ക് മുമ്പും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ആശ്രമത്തിൽ ഇത് നടക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പാണ് ആശ്രമത്തിലേക്ക് വലിയ ഒരു എന്താ പറയുക ഗരാവൊക്കെ മാർച്ചൊക്കെ നടന്ന് ഇവിടുന്ന് വാഹനങ്ങളെല്ലാം വാഹനം കത്തിക്കുമെന്നുള്ളത് പരസ്യമായിട്ട് ഇവരിവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോലീസ് ഈ കോമ്പൗണ്ടിനകത്തുള്ള വാഹനം മാറ്റിയിടാൻ പറഞ്ഞിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം തിരുമലയിൽ ഒരു ആൾ ആത്മഹത്യ ചെയ്തുവല്ലോ, അവരൊക്കെ ഈ ഇതിൽ പെട്ടിട്ടുള്ളവരാ. നമുക്ക് വേണമെങ്കിൽ പറഞ്ഞൂടെ, ഇവർക്കൊക്കെ കണക്ക്. ഈ വേറൊരു തൂങ്ങി മരിച്ച ആൾ ഇവിടെ റീത്ത് വെച്ച ആളാണ്. അയാൾക്കാണ് മറ്റുള്ളവർ ഇവരുടെ തന്നെ സഹപ്രവർത്തകർ റീത്ത് വെക്കേണ്ടി വന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇതൊക്കെ ഇതിൽപ്പെട്ട ആൾക്കാരാണ്. നമ്മളതിനെ അങ്ങനെ ഒരു പോസ്റ്റ് ഇടുകയെ അങ്ങനെ ഇതായിട്ട് ഈ ചോദ്യം വന്നതുകൊണ്ട് മാത്രം നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളത് ഇതിൻ്റെ ശാപമാണെന്ന് നമ്മൾ കണക്കാക്കുന്നതല്ല, ഒക്കെ കർമ്മത്തിൻ്റെ ഗതിയാണ്. അപ്പം ഇതിനൊക്കെ കണക്കുണ്ട്. ഈ കർമ്മത്തിൻ്റെ ഗതി എന്ന് പറയുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, നമ്മളൊരു എന്താ തഥാസ്തു എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളൊരു ബോൾ എടുത്തൊരു ചുവരിലെറിഞ്ഞാൽ തിരിച്ചു വരുമല്ലോ ഉറപ്പായിട്ടും നമ്മൾക്ക് വേറെ ഇടത്തോട്ടും പോകില്ല. അപ്പം ഇങ്ങനെ ഒരു ചെയ്യുന്ന ഒരാൾ, ഞാൻ ഇവരെ മാത്രം ഫോക്കസ് ചെയ്തല്ല ഞാൻ ചോദിക്കുന്നത്, ഒരു വ്യക്തി മറ്റൊരാളെ ആക്രമിക്കണം, ഇതൊക്കെ ചെയ്തു, ആ ആള് ഒരു സുപ്രഭാതത്തിൽ ആത്മഹത്യ ചെയ്യണം. അപ്പോൾ മറ്റൊരാളെ ആക്രമിക്കാനും ഇതൊക്കെ ചെയ്യാനും ധൈര്യവും മനസ്സും കാണിച്ച്, എന്ത് ക്രൂരതയും ചെയ്യാൻ മനസ്സ് കാണിച്ച് ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യണം. അപ്പോൾ സൈക്കോളജിക്കലി ആ മനുഷ്യൻ്റെ മനസ്സിൽ കുറ്റബോധം വേട്ടയാടുകയും, അല്ലെങ്കിൽ ഒരു സന്ദർഭം വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ പറ്റാതെ വരികയൊക്കെ ചെയ്യുന്ന ഈ മനസ്സ് എങ്ങനെയൊക്കെ ആയിരിക്കും സ്വാമിജി? അങ്ങനെ ഭീരുക്കളാണ് അത് ചെയ്യുന്നത് എന്ന് ഉറപ്പാണ്. അതാരായാലും, എത്ര സൽഗുണസമ്പന്നൻ എന്ന് പറഞ്ഞ് ജീവിച്ച ആളാണെങ്കിലും ഭീരുവാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നതും ആത്മഹത്യ ചെയ്യുന്നതും. അല്ലാത്തൊരാളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവില്ല. കാരണം എന്തും നമുക്ക് നേരിടാം. എന്താണ് ഇതിൻ്റെയൊക്കെ അവസാനം നോക്കാം. നമുക്ക് ഇതൊരു അനുഭവം, നമുക്ക് ഈ അനുഭവത്തിലൂടെയും കടന്നു പോവാം. എന്നെ എന്താണ് ഇതുകൊണ്ട് പ്രകൃതി നിശ്ചയിക്കുന്നത്, ഞാൻ അതിനെ നേരിടാൻ ഞാൻ തയ്യാറാവണം. വീണ്ടും വിചാരമില്ലാതെ ഇരിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് പൊതുവെ. പിന്നെ ഒരു നിയന്ത്രിതമല്ലാത്തൊരു ജീവിതം, കാരണം കണക്കുകൂട്ടലുകളൊന്നും ഇല്ലാത്ത ജീവിതം കൊണ്ട് കുറേ കടം മേടിച്ചു. ഇത് സാമ്പത്തികമാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഒരുമാതിരിപ്പെട്ട ഒരു 100 ആത്മഹത്യ എടുത്തു കഴിഞ്ഞാൽ 95 എണ്ണം അതായിരിക്കും. 5 എണ്ണമായിരിക്കും നിരാശയിൽ നിന്നുണ്ടാവുന്നത്. അത് ചിലപ്പോൾ കുട്ടികളുണ്ടാവും, തോറ്റതുണ്ടാവും, പ്രേമനൈരാശ്യം ഉണ്ടാവും, വാങ്ങാൻ കഴിക്കാൻ പറ്റില്ല എന്ന് പറയും. പിന്നെ ജെന്യുവനായിട്ടുള്ളത് 1 or 2 ഉണ്ടാവും. അത് ചിലപ്പോൾ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു തീവ്രമായ രോഗത്തിന് അടിമപ്പെട്ടിട്ടുണ്ടാവും. ഇനി ഞാൻ ജീവിക്കുന്നത് ഒരുപാട് പേർക്ക് സാമ്പത്തികമായൊരു ബാധ്യത ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഒരു ബാധ്യതയിലൂടെ ഞാൻ പോകുമ്പം അത് മറ്റുള്ളവർക്ക് ഉണ്ടാക്കി വയ്ക്കുന്ന, അപ്പോൾ അതിൻ്റെ മുകളിൽ എനിക്ക് മതി, ജീവിച്ചതൊക്കെ ഇതൊക്കെ തന്നെ ധാരാളം, ഈ ജീവിതം തുടർന്ന് കിട്ടില്ല എന്നുള്ളൊരു ഉറപ്പും കൂടിയുള്ള സ്ഥിതിക്ക് അതെ സന്തോഷമായിട്ട് തന്നെ വിട്ടുപോകുന്നവരുണ്ട്. അത് നമുക്ക് 100-ൽ ഒരാളെയൊക്കെ കിട്ടും. ബാക്കിയെല്ലാം 100-ൽ 95 ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തമായ പ്ലാനിങ് ഇല്ലാതെ കടം കൊടുത്തതും കടം മേടിച്ചതും. കാരണം ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മളിപ്പോൾ നമുക്കൊരാൾ നമ്മളെടുത്തു നിന്ന് കടം മേടിച്ചു, അല്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ ഈ ആളുകൾ പറയാറുണ്ട്, ഇതേ കിട്ടിയിട്ടില്ലേ, ഇത് തിരിച്ചടയ്ക്കാൻ പറ്റിയിട്ടില്ലേ, ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. ഇത് നമ്മൾ തമാശയാണെങ്കിലും അല്ലാത്തപ്പോഴും ഒക്കെ ഈ നമ്മളോട് തന്നെ നമ്മൾ ഈ പറയുന്നത് ഏറ്റവും അപകടം പിടിച്ചൊരു സാധനമാണ്. ഇതല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും മോനെ, അതുകൊണ്ട് നീ ഇതെങ്ങനെങ്കിലും, വീട്ടുകാർ പറയും ഇടയ്ക്കിടയ്ക്ക്, നമുക്ക് ആത്മഹത്യ ചെയ്യാം, ഞാൻ വല്ല വിഷമം കലക്കി തരാം,
അപ്പം ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ഈ മൈൻഡ് മെക്കാനിസം നമ്മളോട് ഇതൊരു സൊല്യൂഷനായിട്ട് പറയും. ഇത് മനഃശാസ്ത്രമാണ്. അപ്പോൾ അത്തരം നമ്മൾ ജാഗ്രതയിലിരിക്കുന്ന ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളിത് ഇങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് തന്നെ, ഇപ്പോൾ എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആത്മഹത്യ ചെയ്യും, നീ ഇല്ലാത്ത ജീവിതം എനിക്കില്ല. ഇതൊക്കെ ഈ ആവർത്തിച്ച് പറയുന്നത് ഈ നമ്മൾ തന്നെ നമുക്ക് നമ്മളെ ഗൈഡ് ചെയ്യുകയാണ് ഇങ്ങനെ ഈ തെറ്റായ വഴിയിൽ. അല്ലാതെ പെട്ടെന്നത് ഉണ്ടാവുന്നതല്ല. ഇതില്ലെങ്കിൽ എനിക്കിത് മാത്രമേ ഉള്ളൂ വഴി. അപ്പം ഈ അനിലിൻ്റെ കാര്യത്തിൽ അനിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഏത് ആത്മഹത്യ ചെയ്ത കേസ് നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവർ ഈ ആത്മഹത്യയെക്കുറിച്ച് പലരോടും പറഞ്ഞിട്ടുണ്ട്. അതിന് ശ്രീരാമൻ സരയൂലേക്ക് പോയത് ആത്മഹത്യയല്ലേ എന്ന് നമ്മൾ രാമായണം വായിച്ച് അതല്ല, അതൊക്കെ അതിൻ്റെ ഒരു കഥയായിട്ട് വായിച്ച് അതിൻ്റെ പൂർത്തീകരണം നടത്തി ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുന്നതാണ്. അങ്ങനെ ഒരു സമ്പ്രദായം തന്നെ നമ്മുടെ സംസ്കാരത്തിലുണ്ട്. കാശിയിലൊക്കെ അങ്ങനെ ഒരു സ്ഥലം തന്നെ ഉണ്ട്. നമുക്ക് ജീവിതം മതിയായി ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒരാശ്രമമുണ്ട്, അവിടെ പോയി വെള്ളം മാത്രം കുടിച്ച് പിന്നെ ഒരു തുളസി ഇലയും കഴിച്ച് പിന്നെ വെള്ളം കുടിയും നിർത്തി തനിയെ അങ്ങോട്ടേക്ക് ജീവിതം അവസാനിപ്പിക്കുക. സന്തോഷമായിട്ട് ചെയ്യുന്നതാണ്, അല്ലാതെ ആരോടെങ്കിലുള്ള വിദ്വേഷത്തിൽ നിന്നോ നിരാശയിൽ നിന്നോ അല്ല. മരണം അങ്ങനെയൊന്നും, മരണം സുഖമായിട്ട് അനായാസേന മരണം എന്നാണ് നമ്മുടെ പ്രാർത്ഥന തന്നെ. ഈ ആത്മഹത്യ അനായാസേനയുള്ളതാണോ? അല്ലല്ലോ.